മായേ, നീ എല്ലാ സത്യങ്ങളും തുറന്നു പറയാനല്ലേ താഴെ പോയത്? എന്നാ പിന്നെ ആവണിയോട് അത് പറയായിരുന്നില്ലേ ഡീറ്റെയിൽഡ് ആയിട്ട്? കിഷോർ, ഞാൻ പോയിട്ട് വന്നിട്ട് ആവണിയോട് എല്ലാം വിശദമായിട്ട് പറയാം. നിങ്ങളും കണ്ടതല്ലേ അവൻ എന്നെ വെല്ലു വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ദേഷ്യം വരാതിരിക്കും? ആ മോഹനൻ അവൻ കുറച്ച് ഓടട്ടെ. അല്ല, പോകാനുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡിയല്ലേ? ഞാൻ പേപ്പേഴ്സ് ഒക്കെ റെഡി ആക്കിയിട്ട് നീ ഒന്ന് ചെക്ക് ചെയ്യാൻ. ആ ശരി, ഞാൻ ചെക്ക് ചെയ്യട്ടെ. എന്നാലും അതൊന്നും കാണാൻ പറ്റില്ലല്ലോ ചേച്ചി. മായമ്മ എന്റെ മുറി വന്നു, അവര് പോവാന്ന് പറഞ്ഞു, പോയി. അതിലിപ്പോ എന്താ ഇത്ര കാണാതിരിക്കുന്നത്? മായമ്മേലെ ഫുള്ള് കള്ളത്തറയിരിക്കും. എന്തായാലും നിന്റെ അച്ഛന്റെ അത്രയും കള്ളത്തരൊന്നുമില്ല. ഇനി അതും പറഞ്ഞ് രണ്ടുപേരും വഴക്കിട്. എന്റെ ജോലി കളഞ്ഞത് അങ്ങേരല്ലാന്ന് കള്ളം പറഞ്ഞത് ഓക്കെ, അത് വേറെ ആൾക്കാരുടെ തലയെ കെട്ടി വെക്കുന്നത് എന്തിനാ? സത്യം അറിയുമ്പോഴും അമ്മ ഇതൊക്കെ തന്നെ പറയണം കേട്ടാ. ഓ, നിനക്ക് അപ്പുറത്തെങ്ങാനും പോയിരുന്ന് പഠിച്ചൂടെ? എന്തിനാ അടുക്കള വന്ന് നിൽക്കുന്നത്? ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞി. എന്താ അർജുന? ഇല്ല, ഒന്നുമില്ല ചേച്ചി. ഞാൻ ചുമ്മാ ഇങ്ങനെ വെറുതെ ബോറടിച്ചപ്പോ കിച്ചണിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ. ഓ, MBBS പഠിത്തമൊക്കെ കഴിഞ്ഞിപ്പോ കിച്ചണിൽ സഹായിക്കാനാണോ പോകുന്നത്? ഇല്ല, ഞാൻ 2 ദിവസം പോവും. ജോലി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അഭി, ഞാൻ നിന്നെ കാണാനാ വന്നേ. നീ ഇങ്ങോട്ട് വന്നേ. എന്നെ കാണാനോ? എന്തിന്? അതൊക്കെ പറയാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ മാത്രമുള്ളൂ വിചാരിച്ച് ചാടിക്കയറി വന്നതാ. ചേച്ചിനെ കണ്ടപ്പോ ഉരുകിപ്പോയി. അവൻ ആകെ പേടിയുള്ളത് മായമ്മയെ മാത്രം. മായമ്മയും കൂടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നുള്ളത് ഉറപ്പാ. നീ സൂക്ഷിച്ചോ. എന്നെ ശല്യം ചെയ്താലേ അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. അല്ല, നീയും BSc നഴ്സിംഗ് പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയല്ലേ, നിനക്ക് വല്ല ജോലി നോക്കൂടെ? ഞാൻ പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ. എനിക്ക് വിശ്രമം വേണ്ടേ? ആ, വിശ്രമം കുറച്ച് കൂടുന്നുണ്ട്. ചേച്ചി ഇങ്ങോട്ട് മാറ്, ഞാൻ സഹായിക്കാം. ഓ വേണ്ട, ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്യാം. മാറ് താ. ഓ, ചേട്ടൻ എന്തിനാ വിളിച്ചേ? നിന്നെയാ? ആര് വിളിച്ചു? അത് ശരി, ഇപ്പൊ താഴെ വെറുതെ എന്നെ വിളിച്ചോണ്ട് വന്നിട്ട്. അത് നിന്റെ അമ്മയുടെ മുമ്പിൽ ചൂളി പോകാണ്ടിരിക്കാൻ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നല്ലേ. ആ എന്നാ ശരി, ഞാൻ പോവാ. എടാ അഭി, ഇങ്ങോട്ട് വന്നേ. നിങ്ങളുടെ കുഞ്ഞമ്മ ഏതോ കല്യാണത്തിന് പോവാന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിഞ്ഞോ? അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, ചോദിച്ചിട്ടില്ല. ഓ, ഇതാണോ നീയൊക്കെ വലിയ ഹെൽപ്പൊക്കെ ചെയ്യാന്ന് പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുഞ്ഞമ്മ പോകുന്ന സ്ഥലമെങ്കിലും കണ്ടുപിടിച്ചതാടാ. അല്ല, അതറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അതെ, നീ വലിയ ഭാരിച്ച കാര്യം അന്വേഷിക്കണ്ട. നീ അറ്റ്ലീസ്റ്റ് ആ സ്ഥലമെങ്കിലും കണ്ടുപിടിച്ചതാ. അന്നാ എനിക്ക് കുറെ കാലം പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നിന്നെ കൊണ്ട് പറ്റപ്പിക്കൂട്ടാ. നീ ഒന്ന് അന്വേഷിക്ക് പോയിട്ട്. ശരി, നോക്കാം.